ഞാനൊരു ദൂരയാത്ര കഴിഞ്ഞ് മടങ്ങുന്നയാളാണ്. ദാഹം കലശലായുണ്ട്. വെള്ളമന്വേഷിച്ച് അലഞ്ഞ് ക്ഷീണിച്ചു വശായി. ഭവതിയെ കണ്ടത് എന്തുകൊണ്ടും ആശ്വാസമായി. അല്പം വെള്ളം തരുമോ? ആരാണാവോ ഈ ഞാൻ? അതൊക്കെ പറയാം. എനിക്ക് ആദ്യം വെള്ളം തരൂ. എന്റെ തൊണ്ട വരണ്ട് ഞാൻ ഇപ്പോ വീണു പോകും. വെള്ളം തരാം, പക്ഷെ അതിനൊന്ന് പരിചയപ്പെടുത്തൂ. ആരാണ്? ഇവളൊരു സാധാരണ ഗ്രാമീണ സ്ത്രീ. ഇവൾക്ക് എന്റെ പേര് പറഞ്ഞാൽ മനസ്സിലാകുമോ? എന്റെ മഹത്വം ഇവൾക്കറിയുമോ? വേണ്ട വേണ്ട, ഞാൻ ആരാണെന്ന് ഇവൾ അറിയണ്ട. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. തോന്നിയതാകും. ദയവായി അല്പം വെള്ളം തരൂ. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. താങ്കൾ ആരാണ്? അപരിചിതനെ പരിചയപ്പെടുന്നത് കുറ്റമാണോ? തന്നെയുമല്ല, അപരിചിതർക്ക് ഞാൻ വെള്ളം കൊടുക്കുകയില്ല. ഞാനൊരു വഴിയാത്രക്കാരൻ മാത്രം. ഈ ലോകത്തിൽ ആകെ 2 വഴിയാത്രക്കാരേ ഉള്ളൂ, സൂര്യനും ചന്ദ്രനും. രണ്ടും നിത്യമായി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ താങ്കളാരാണ്? ശരി ശരി, എങ്കിൽ ഞാനൊരു അതിഥിയാണ്. യുവത്വവും സമ്പത്തുമാണ് ഈ ഭൂമിയിലെ 2 അതിഥികൾ. രണ്ടും ശാശ്വതമാണ്. അതുകൊണ്ട് അവരെ മാത്രമേ അതിഥികൾ എന്ന് വിളിക്കാൻ കഴിയൂ. താങ്കൾ ഇത് രണ്ടുമല്ലല്ലോ? എങ്കിൽ ഞാൻ സഹനശീലനായ ഒരു വ്യക്തിയാണ്. എന്താ, മനസ്സിലായോ? പ്രപഞ്ചത്തിൽ സഹനശീലരായ 2 പേരേ ഉള്ളൂ. ഒന്നാമത്തേത് ഭൂമി, രണ്ടാമത്തേത് വൃക്ഷം. മനുഷ്യർ ഭൂമിയെ എത്ര ചവിട്ടി നോവിച്ചാലും മരത്തിൽ എത്ര കല്ലെറിഞ്ഞാലും അവ സഹിക്കുന്നു. മാത്രമല്ല, നിങ്ങളെ നിലനിർത്താനുള്ള ധാന്യങ്ങളും പഴങ്ങളും അവ പുറപ്പെടുവിക്കുന്നു. എന്നാൽ ഞാനൊരു മക്രമുഷ്ടിയാണ്, ഒരു ദുർവാശിക്കാരൻ, ദുശാഠ്യക്കാരൻ. ഓ, അങ്ങനെ ദുശാഠ്യമുള്ള 2 വസ്തുക്കളേ ഉള്ളൂ, നഖവും മുടി. രണ്ടും എത്ര വെട്ടിയാലും വളർന്നുകൊണ്ടേയിരിക്കും. താങ്കളിതല്ലല്ലോ. എങ്കിൽ ഞാനൊരു വിഡ്ഢിയാണെന്ന് കൂട്ടിക്കോളും. നിങ്ങളോട് സംസാരിക്കുന്ന വിഡ്ഢി. 2 വിഡ്ഢികൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അറിവില്ലാത്ത രാജ്യം ഭരിക്കുന്ന രാജാവും നിർഭനായ രാജാവിന് സ്തുതി പാടുന്ന പ്രജയും. ദേവി, സരസ്വതി, അടിയൻ കാളിദാസൻ. അറിവിന്റെയും ബുദ്ധിയുടെയും ദേവി, ഈ ദാസന്റെ പ്രണാമം. എന്റെ അവിവേകത്തിന് മാപ്പു തരൂ, അനുഗ്രഹിക്കൂ. കാളിദാസ, നീ ബുദ്ധിമാനാണ്. പക്ഷേ നിന്റെ ഉള്ളിൽ അഹന്തയുണ്ട്. നീ നിന്നെ തന്നെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നീ ഒരു മനുഷ്യനാകുന്നുള്ളൂ. ആത്മജ്ഞാനമില്ലാത്തവൻ ഒരിക്കലും മനുഷ്യത്വത്തിന്റെ പരമകാഷ്ഠ പ്രാപിക്കുന്നില്ല. ആത്മജ്ഞാനം എന്നത് സ്വയം മനസ്സിലാക്കുകയും കണ്ടെത്തുകയുമാണ്. താൻ ആരാണെന്നും തന്റെ ധർമ്മം എന്താണെന്നും കണ്ടെത്തുമ്പോഴാണ് ഒരാൾ പൂർണ്ണ മനുഷ്യനാകുന്നത്. ശിവകാമേശ്വരി ജനനി ഒരു ദുഃഖ
ബിന്ദുവായി മാറുന്ന ജീവിതം കരുണാമയമാക്കൂ ഹൃദയം സൗപർണിക